ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ സിമ്മി കിച്ചൻ. ഞാൻ മായ സുന്ദർഷ്. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഓണം സീരീസ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഡിഷസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അവിയലാണ്, സദ്യ അവിയലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ സദ്യ അവിയലായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ലിങ്കുകളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സദ്യ അവിയൽ, ഒട്ടും വെള്ളം ചേർക്കാതെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എല്ലാ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും, ഒരു ക്യാരറ്റ്, 2 പച്ചത്തക്കാളിക്ക, പിന്നെ ഒരു കഷ്ണം ചേന, പിന്നെ ചെറിയൊരു കഷ്ണം ചേന, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമരപ്പയറുണ്ടല്ലോ, അത് ഒരു കൊച്ചു പൊടി എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുരിങ്ങയ്ക്ക ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, ഒരു വഴുതനങ്ങ, ഒരു ചൊരയ്ക്ക, പീച്ചിങ്ങ എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ 3 നമ്മുടെ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരമുറി വാഴക്കയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെത്തി എടുത്ത് കഴുകി കൊണ്ടുവന്നിട്ട് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒത്തിരി നീളത്തിലല്ലാതെ ഒത്തിരി കട്ടിയിലും അല്ലാതെ ഞാനിത് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളം ചേർക്കാതായതുകൊണ്ട് ഭയങ്കര കട്ടിയിൽ അരിയണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാനൊരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 സ്പൂൺ ഒഴിച്ചാലും പറ്റത്തില്ല, 4 സ്പൂൺ. ഞാൻ എൻ്റെ പുതിയ ചട്ടി ആയതുകൊണ്ട് അത് ഇച്ചിരി കൂടെ എണ്ണ കുടിക്കും, എണ്ണ വേണം. നല്ല പഴകിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് 4 സ്പൂൺ എണ്ണ ഒഴിച്ചത്. അതോടെ നമ്മുടെ ആവശ്യമുള്ള കറിവേപ്പില കേട്ടോ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ നമ്മുടെ ചേന ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം വളരെ കുറച്ച് മാത്രം എടുത്താൽ ഞാൻ കാണിച്ച ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. എന്നിട്ട് അമരപ്പയറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അമരപ്പയർ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ക്യാരറ്റ്, ഇതൊക്കെ ഇച്ചിരി കൂടെ സമയം എടുക്കുന്ന പച്ചക്കറികളല്ലേ. അതിലാദ്യം ഇട്ടൊന്ന് ഞാനൊന്ന് ചൂടാക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അത് 3 പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ട് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അതൊന്ന് ചൂടാകുമ്പോൾ ഞാൻ അടുത്തത് ചേർത്ത് കൊടുക്കും. അടുത്ത നമ്മുടെ പടവലങ്ങ, നമ്മുടെ പീച്ചിങ്ങ ഉണ്ടല്ലോ, പീച്ചിങ്ങ, ഇതെല്ലാം കൂടെ നമ്മൾ അടുത്ത ട്രിപ്പായിട്ട് അതൊന്ന് ചൂടാകാൻ ഒന്ന് കൊടുക്കും. ഒന്ന് ചൂടാകാനുള്ള സമയം കൊടുക്കും. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല, അത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഇച്ചിരി കൂടെ വേവുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. എന്നിട്ട് അതിനകത്തോട് ഞാൻ ബാക്കി അത് ചൂടായി കഴിഞ്ഞപ്പോൾ പടവലങ്ങയും വാഴയ്ക്ക അരിഞ്ഞതും പിന്നെ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞതും എല്ലാം കൂടെ ഞാൻ അതിനകത്തോട് ഇട്ട് കൊടുക്കും. അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാവാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിൻ്റെ പുറകെ ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഞാൻ ആ വഴുതനങ്ങയൊക്കെ നമുക്കൊന്ന് ആവി കയറിയാൽ മതിയല്ലോ. അത് കാരണമാണ് ഞാൻ കണ്ടോ ഒന്ന് വെന്ത് അതിലെല്ലാം എണ്ണ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയ്ക്കയും വഴുതനങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതെല്ലാം ഒരുമിച്ചും കിട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, എല്ലാം വെന്ത് കിട്ടും. കുമ്പളങ്ങ ഇച്ചിരി വെള്ളമുള്ളത് ഒന്ന് ആവി കയറുമ്പോഴേ അത് വേഗം വേകും. അപ്പോൾ അത് കാരണം ഇതൊക്കെ ഒന്ന് 2ാമത്തെ ട്രിപ്പ് ഇട്ടാലും മതി, കുഴപ്പമില്ല കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇളക്കി നമ്മളൊന്ന് അടച്ച് വെക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെക്കുക. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇത്രയുമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളകും തക്കാളിക്കയും മുരിങ്ങയ്ക്കയും ഞാൻ ചേർത്തിട്ടില്ല, അത് അടുത്ത ട്രിപ്പേ ഞാൻ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണമെല്ലാം നന്നായിട്ട് ചൂടായി. അപ്പോൾ ഇനി നമ്മൾ മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണമെല്ലാം അത്യാവശ്യം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചട്ടി പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
പിന്നെ എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങൾ നമ്മുടെ ഇനി ഇടാനുണ്ടായിരുന്ന എന്താണ്, തക്കാളിക്ക് ഇടാനുണ്ടായിരുന്നു, പച്ചമുളക് ഇടാനുണ്ടായിരുന്നു, മുരിങ്ങയ്ക്ക് ഇടാനുണ്ടായിരുന്നു. പച്ചമുളക് നടുക്കൂടെ ഒന്ന് കീറിയിട്ടുള്ളൂ, മുരിങ്ങയ്ക്ക ഞാൻ രണ്ടായിട്ട് കീറിയിട്ടുണ്ട്. കാരണം നമ്മളിത് വെള്ളമൊന്നും ഒഴിച്ചല്ല വേവിക്കുന്നത് കാരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. അഥവാ പുതിയ ചട്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ചട്ടിയൊക്കെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് തൊട്ട് 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം മതി, കാരണം കുമ്പളങ്ങിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അത് കാരണം. ഓക്കെ, 1/4 ഗ്ലാസ് വെള്ളം മതി. അങ്ങനെ നമ്മുടെ കഷ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ ഉടഞ്ഞു വരുന്നത്, വെന്തു. അപ്പം നമുക്കിതിനകത്തേക്ക് അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പം നമുക്ക് മുരിങ്ങയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്കുള്ള അരപ്പിനായിട്ടുള്ള തേങ്ങ, ഞാൻ ഒരു മുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി തേങ്ങ, 4-5 ചുവന്നുള്ളി, അര ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചെറുകെ ഒന്ന് ചതച്ചെടുക്കുന്ന, ഭയങ്കരമായിട്ട് അരച്ചെടുക്കുന്നില്ല കേട്ടോ, വേണ്ടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 8 പേർക്ക് വരെ സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന അവിയലാണ്. അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ പകുതി വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ നമുക്ക് 4 പേർക്കുള്ള അവിയൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ കൂടി ഇപ്പോൾ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അധികം ഒന്നും വെച്ച് കളയണ്ട, ഇത്രയും പച്ചക്കറി മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മുടെ ആഡംബരത്തിന് നമ്മൾ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തക്കാളിക്ക് ചേർത്തുകൊണ്ടാണ് ഞാൻ പുളിക്ക് തൈര് ചേർക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴുപുളി വേണമെങ്കിലും പിഴിഞ്ഞതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുളി ഇതിനകത്ത് ഒട്ടും ചേർത്തിട്ടില്ല, വേറെ തക്കാളിക്കയുടെ പുളി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കൊച്ച് പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞൊഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 സ്പൂൺ തൈര് ചേർക്കാം. തക്കാളിക്ക് ഇല്ലാത്തവർക്ക് 2 ഓപ്ഷനിലായിട്ട് ഏത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എന്നെ അറിയിക്കുക. താങ്ക്